ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണിക്കുന്ന സാഗരം ബോട്ടിൻ്റെ വീഡിയോ ആണ്. അത് മാത്രമല്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇവർ ഈ ബോട്ട് കഴുകാമെന്ന് ആരും വിചാരിക്കേണ്ട. ഇതെന്തുവാ ചെയ്യുന്നെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബോട്ട് കഴുകുക മാത്രമല്ല, ഈ ബോട്ടിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ പെയിൻറ്റ് ലൈൻ പോലെ കാണുന്നുണ്ടോ, അതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങളെന്ന് പറയുമ്പോൾ ബോട്ട് വെള്ളത്തിലിറങ്ങി കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ പോകുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അവിടെ നല്ല കട്ടിക്ക് മുരി പിടിക്കും. മുരിയും പായലും എല്ലാം പിടിച്ചിരിക്കും. അപ്പോൾ അതെല്ലാം ചിരണ്ടി കളഞ്ഞ് ഈ സ്ക്രബ്ബർ ഉണ്ടല്ലോ, നമ്മളുടെ സ്ക്രബ്ബർ വെച്ച് തേച്ച് കഴുകി വൃത്തിയാക്കാനുണ്ട്. സ്ക്രബ്ബർ വെച്ച് തേച്ച് കഴിയാണ് ആ ചേട്ടൻ. അപ്പോൾ അത് വൃത്തിയായിട്ട് അഴുക്കെല്ലാം പോകാൻ വേണ്ടി ഒരാൾ അവിടെ നിന്ന് വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മുരി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണ്ടേ? ഞാൻ പറഞ്ഞത് എന്തോ ചിരണ്ടി കളയുന്നെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇതാണ് ഇവർ ചിരണ്ടി കളയുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നല്ല പുറ്റി പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. കണ്ടാ, അതൊരു ഇരുമ്പ് പാര വെച്ചാണ് ചിരണ്ടി കളയുന്നത്. ഇത് ചിരണ്ടി കളഞ്ഞിട്ടാണ് സ്ക്രബ്ബർ വെച്ച് വെള്ളം ഒഴിച്ച് തേച്ച് കഴുകുക ചെയ്യുന്നത്. കണ്ടാ, നല്ല മുരിയുണ്ട്, നല്ല കട്ടിക്കിരിക്കുക മുരി തേച്ച് ചിരണ്ടി കളയുമ്പോൾ തന്നെ ആ ഭാഗത്ത് കണ്ട കളർ പോയിട്ടുണ്ട്, പെയിൻറ്റും എല്ലാം പോയി. കണ്ടാ, ഈ മുരി ഇരുന്നുള്ള കുഴപ്പം എന്തുവെന്നറിയാമോ? അത് വലിയൊരു കുഴപ്പമാണ്. ബോട്ടിന് ഓട്ടം കിട്ടത്തില്ല, സ്പീഡ് കുറവ്. എണ്ണ കത്തി മാറുന്നതല്ലാതെ ബോട്ട് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര സ്പീഡിന് ഓടി കയറത്തില്ല. അതാണ് എൻ്റെ മെയിൻ കാര്യം. പിന്നെ ബാക്കി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഈ പെപ്പില്ലർ ഉണ്ടല്ലോ, ഈ പെപ്പില്ലറിന് ചെറിയ എന്തോ പണിയുണ്ട്. അപ്പോൾ അത് കാരണം അത് അഴിക്കാൻ നോക്കുകയാണ് അവർ. ഈ മുരിയെല്ലാം ചിരണ്ടി കളഞ്ഞു കഴിഞ്ഞതിന് ശേഷം, ഈ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഇതിനടിയിലൊരു പെയിൻറ്റും കൂടെ അടിക്കും. അതൊരു വാട്ടർ പ്രൂഫ് പെയിൻ്റാണ്. പക്ഷേ അത് 6 മാസം കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ വശം. നമ്മളിവിടെ നമ്മുടെ കൊച്ചേത്ത് ജാടിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. കൊച്ചേത്ത് ജാടെന്ന് പറയുമ്പോൾ കുഴിത്തറയല്ല, കൊച്ചേത്ത് ജാടാണ്. അപ്പോൾ ഞാൻ അവിടെ നോക്കിയപ്പോഴത്തേക്ക് വേറെ കുറേ ബോട്ടുകൾ പണിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ ബോട്ട് മെയിൻ്റനൻസ് മാത്രമല്ല, പുതിയൊരു നിർമ്മാണമുണ്ട്. അതാണ് മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത്. യാർഡിൻ്റെ അകത്ത് ചെയ്യുന്ന പണി അതാണ് മെയിനായിട്ട്. ഇപ്പോൾ ഇവിടെ 1, 2 പിന്നെയും ഒരു 2 ബോട്ടുണ്ട്. അങ്ങനെ 4 ബോട്ടിൻ്റെ പണി നടക്കുന്നുണ്ട്. അതിൽ ഏകദേശം പണി തീർന്ന ബോട്ടുമുണ്ട്. നമ്മുടെ നാട്ടിലൊരു വള്ളമാണ്, ചന്ദ്രകാന്തം വള്ളം. നമ്മുടെ ബോട്ടിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവരത് ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ വേറൊരു കാര്യം കാണിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 4 ബോട്ട് ഇവിടെ പണി നടക്കുന്നത്. അതായത് ഈ കാണുന്ന ബോട്ടിൻ്റെ ഇഞ്ചൻ സഹിതം കയറ്റി വെച്ചിരിക്കുകയാണ്. അതിന് അധികം ദിവസം താമസമില്ലാതെ ബോട്ട് വെള്ളത്തിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയുള്ള ഊഞ്ഞാലാണ് ഈ സെറ്റ് ചെയ്യുന്നത്. ഊഞ്ഞാലെന്ന് പറയുമ്പോഴത്തേക്ക് ഈ കടലിൽ പണിക്ക് പോകുന്നവർക്ക് മനസ്സിലാവും. ഇത് പണിതുകൊണ്ടിരിക്കുന്ന ഒരു ബോട്ടിൻ്റെ അകമാണ്. അകത്ത് ഇഞ്ചൻ ഇരിക്കേണ്ട കള്ളിയാണിത്. ഇഞ്ചൻ വെക്കുന്ന കള്ളിയാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ 2 കള്ളിയായിട്ടാണ് തിരിക്കുന്നത്. ബോട്ടിൻ്റെ അടിയിലെ അകവശം 2 കള്ളിയായിട്ടാണ് തിരിക്കുന്നത്. അതിൻ്റെ ഇഞ്ചൻ കള്ളിയാണ് നമ്മൾ ആ കണ്ടത്. ഇപ്പുറത്തെ വശത്തെന്ന് പറയുമ്പോൾ ഇത് ബോട്ടിൻ്റെ തുടക്ക ഭാഗമാണ്. കണ്ട, ഇതിൻ്റെ ഏരാവ് വെച്ചിട്ട് ആംഗ്ലിയർ എല്ലാം ഇട്ട് ബോട്ടിൻ്റെ ഷേപ്പായി വരുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ല അവിടെ ഇഞ്ചൻ വെക്കുന്ന കള്ളിയാണെന്ന്. ആ ബോട്ടിൻ്റെ തന്നെ ഇപ്പുറത്തെ വശമാണ്. 2ആയിട്ട് തിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, അത് ഇപ്പുറത്തെ വശമാണ്. ഇവിടെ എന്ത് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെയാണ് നമുക്ക് കിട്ടുന്ന മീൻ സൂക്ഷിക്കാനുള്ള സ്റ്റോർ പണിയുണ്ടത്. സ്റ്റോറും വലക്കള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പണിയുന്നത് ഇവിടെയാണ്. അപ്പോൾ അവിടെ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുക. അതും ഞാൻ ഈ കൂട്ടത്തിൽ നിങ്ങളെ കാണിക്കുന്നെന്നുള്ളൂ. നമ്മുടെ യാടി വന്നപ്പോഴത്തേക്ക് ഈ ബോട്ടിൻ്റെ പണിയൊക്കെ നടക്കുന്നു. അപ്പോൾ അതും കൂടെ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ കാണിക്കുന്നെന്നുള്ളൂ. കണ്ടാ, കപ്പൽ പോലത്തെ ബോട്ട് കണ്ടാ. ഇപ്പോൾ പണിയുന്ന ബോട്ടെല്ലാം ഇങ്ങനെ തന്നെ, നല്ല കപ്പൽ പോലത്തെ ബോട്ടാണ്. നല്ല എമൗണ്ട് ആകും. അതിൻ്റെ എമൗണ്ടുകളൊന്നും അവർ പറയാതെ എനിക്ക് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ശരി, അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.